നമസ്കാരം. ബിലാത്തി വാർത്തകളിലേക്ക് സ്വാഗതം. ബ്രിട്ടനിൽ കുടിയേറ്റക്കാർക്കെതിരെ യുദ്ധപ്രഖ്യാപനവുമായി റിഫോം UK. ഓപ്പറേഷൻ റീസ്റ്റോറിംഗ് ജസ്റ്റിസ് എന്ന പേരിൽ കുടിയേറ്റക്കാരെ കൂട്ടത്തോടെ നാടുകടത്താനുള്ള വൻ പദ്ധതിയാണ് പാർട്ടി വക്താവ് സിയ യൂസഫ് ഡോവറിൽ പ്രഖ്യാപിച്ചത്. കഴിഞ്ഞ 8 വർഷത്തിനിടെ കടൽമാർഗമെത്തിയവരെ ആക്രമണകാരികൾ എന്ന് വിശേഷിപ്പിച്ച അദ്ദേഹം അധികാരത്തിൽ വന്നാൽ ദിവസേന 5 വിമാനങ്ങളിലായി ഇവരെ തിരിച്ചയക്കുമെന്ന് വ്യക്തമാക്കി. പാകിസ്ഥാൻ അടക്കമുള്ള രാജ്യങ്ങൾ പൗരന്മാരെ തിരിച്ചെടുത്തില്ലെങ്കിൽ വിസ നിരോധിക്കുമെന്ന കർശന മുന്നറിയിപ്പും അദ്ദേഹം നൽകി. A reform government will avert the Boris wave. Reform will do what's hard, but also what is necessary for national survival. Will abolish indefinite leave to remain and replace it with a renewable 5-year work visa and dedicated spouse visa. Salary thresholds will be higher. There will be a proper test of English language proficiency. എന്നാൽ ഈ പ്രഖ്യാപനങ്ങൾ കേട്ട് ആരും പരിഭ്രാന്തരാകേണ്ടതില്ല. റീഫോം പാർട്ടി അടുത്ത തിരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ വന്നാൽ മാത്രമേ ഈ പദ്ധതികൾ നടപ്പിലാകൂ. നിലവിൽ ജനശ്രദ്ധ ആകർഷിക്കാനും പാർട്ടിയിലേക്ക് ആളുകളെ എത്തിക്കാനുമുള്ള ഒരു നീക്കമായാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഇതിനെ കാണുന്നത്. എങ്കിലും പ്രവാസികളെയും സെറ്റിൽഡായ കുടുംബങ്ങളെയും നേരിട്ട് ബാധിക്കുന്ന ഈ നിർദ്ദേശങ്ങൾ വലിയ പ്രതിഷേധങ്ങൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. എന്തൊക്കെയാണ് ആ വിവാദ പദ്ധതികൾ? നമുക്ക് നോക്കാം. ബ്രിട്ടനിലെ കുടിയേറ്റ പ്രശ്നം പരിഹരിക്കാൻ UK ഡീപ്പോർട്ടേഷൻ കമാൻഡ് രൂപീകരിക്കുമെന്ന് റിഫോം UK വക്താവ് സിയ യൂസഫ്. പാർട്ടി നേതാവ് നൈജൽ ഫരാജിനൊപ്പം ഡോവറിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് കുടിയേറ്റക്കാരെ കൂട്ടത്തോടെ നാടുകടത്താനുള്ള ഓപ്പറേഷൻ റീസ്റ്റോറിംഗ് ജസ്റ്റിസ് അദ്ദേഹം പ്രഖ്യാപിച്ചത്. കഴിഞ്ഞ 8 വർഷത്തിനിടെ ചെറിയ ബോട്ടുകളിൽ എത്തിയ 2 ലക്ഷത്തോളം പേരെ നോർമണ്ടി കടൽ തീരത്ത് ഇരച്ചു കയറിയ സൈന്യത്തോടാണ് അദ്ദേഹം ഉപമിച്ചത്. ഇത് ബ്രിട്ടനുമേലുള്ള അധിനിവേശമാണെന്നും അദ്ദേഹം ആരോപിച്ചു. റീഫോം പാർട്ടി ഡോവറിൽ നടത്തിയ പ്രധാന പ്രഖ്യാപനങ്ങൾ: അനധികൃത കുടിയേറ്റക്കാരെ കണ്ടെത്തി തടങ്കലിലാക്കാനും നാട് കടത്താനും പ്രത്യേക സേനയെ നിയോഗിക്കും. ഇതിനായി പ്രതിദിനം 5 വിമാനങ്ങൾ സർവീസ് നടത്തും. തടസ്സങ്ങൾ ഒഴിവാക്കാൻ RAF വിമാനം സജ്ജമാക്കി നിർത്തും. ക്രിസ്ത്യൻ പള്ളികൾ മോസ്കുകളാക്കി മാറ്റുന്നത് തടയാൻ പുതിയ നിയമം കൊണ്ടുവരും. ബുർക്ക പോലുള്ള മുഖാവരണങ്ങൾ നിരോധിക്കുന്നതിനെ പിന്തുണയ്ക്കുന്നതായും അദ്ദേഹം പറഞ്ഞു. ഈ പദ്ധതിക്ക് പ്രതിവർഷം 2 ബില്യൺ പൗണ്ട് ചെലവ് വരുമെന്നും, എന്നാൽ നിലവിൽ കുടിയേറ്റക്കാരുടെ താമസത്തിനായി ചെലവാക്കുന്ന തുകയേക്കാൾ ഇത് വളരെ കുറവാണെന്നും യൂസഫ് അവകാശപ്പെട്ടു. കുടിയേറ്റക്കാരെ തിരിച്ചെടുക്കാൻ വിസമ്മതിക്കുന്ന പാകിസ്ഥാൻ പോലുള്ള രാജ്യങ്ങൾക്ക് വിസ നിഷേധിക്കുന്നതടക്കമുള്ള കർശന നടപടികൾ സ്വീകരിക്കും. പൊതുസ്ഥലങ്ങളിൽ ബുർഖയുൾപ്പെടെയുള്ള എല്ലാത്തരം മുഖാവരണങ്ങളും നിരോധിക്കണമെന്ന് യൂസഫ് ആവശ്യപ്പെട്ടു. ഇത് രാജ്യത്തെ ഏകീകരണത്തിന് സഹായിക്കുമെന്നും ജനങ്ങൾക്ക് കൂടുതൽ സുരക്ഷാബോധം നൽകുമെന്നും അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. മുൻപ് ഇതേ വിഷയത്തിൽ വ്യത്യസ്ത നിലപാട് സ്വീകരിച്ചിരുന്ന യൂസഫ് ഇപ്പോൾ പാർട്ടി നയത്തിന്റെ ഭാഗമായി നിരോധനത്തെ പൂർണ്ണമായി പിന്തുണയ്ക്കുന്നു. കൂടാതെ ക്രിസ്ത്യൻ പള്ളികൾ മറ്റു മതങ്ങളുടെ ആരാധനാലയങ്ങളാക്കി മാറ്റുന്നത് തടയാൻ പ്രത്യേക നിയമം കൊണ്ടുവരുമെന്നും അദ്ദേഹം ആവർത്തിച്ചു. യൂണിവേഴ്സൽ ക്രെഡിറ്റ് പേയ്മെന്റുകൾ ബ്രിട്ടീഷ് പൗരന്മാർക്ക് മാത്രമായി പരിമിതപ്പെടുത്തണമെന്നാണ് റീഫോം UKയുടെ നിലപാട്. കഴിഞ്ഞ 18 മാസത്തിനിടെ 15 ബില്യൺ പൗണ്ട് വിദേശികൾക്കായി ചെലവാക്കിയത് അംഗീകരിക്കാനാവില്ലെന്നും ബ്രിട്ടീഷുകാർക്ക് പ്രഥമ പരിഗണന എന്ന നയമാണ് നടപ്പിലാക്കേണ്ടതെന്നും യൂസഫ് BBC-യോട് പറഞ്ഞു. റീഫോമിന്റെ പ്രഖ്യാപനങ്ങളെ ലേബർ പാർട്ടിയും ടോറികളും ശക്തമായി എതിർത്തു. ലേബർ പാർട്ടി തങ്ങൾ അധികാരത്തിൽ വന്ന ശേഷം 60,000-ഓളം ആളുകളെ ഇതിനോടകം നാട് കടത്തിക്കഴിഞ്ഞെന്നും റീഫോമിന്റേത് ജനങ്ങളെ വിഭജിക്കാനുള്ള നീക്കമാണെന്നും ലേബർ പാർട്ടി ചെയർപേഴ്സൺ അന്ന ടെർലി പറഞ്ഞു. കൺസർവേറ്റീവ് പാർട്ടി റീഫോം UK ടോറികളുടെ നയങ്ങൾ കോപ്പി പേസ്റ്റ് ചെയ്യുകയാണെന്ന് ഷാഡോ ഹോം സെക്രട്ടറി ക്രിസ് ഫിലിപ്പ് ആരോപിച്ചു. യൂറോപ്യൻ മനുഷ്യാവകാശ കോടതിയിൽ നിന്ന് പുറത്തു പോവുക എന്നത് കൺസർവേറ്റീവ് പാർട്ടിയുടെ പദ്ധതിയാണെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. റീഫോമിന്റെ പദ്ധതികൾ രാജ്യത്തെ ക്രമസമാധാന നില തകർക്കുമെന്നും സാമ്പത്തിക മേഖലയ്ക്ക് വൻ തിരിച്ചടിയാകുമെന്നും ലിബറൽ ഡെമോക്രാറ്റുകൾ മുന്നറിയിപ്പ് നൽകി. കുടിയേറ്റക്കാരെ ബലിയാടാക്കി
പോലീസ് നിരീക്ഷണം വ്യാപിപ്പിക്കാനാണ് റീഫോം ശ്രമിക്കുന്നതെന്ന് ആംനസ്റ്റി ഇന്റർനാഷണൽ ആരോപിച്ചു. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങൾക്കുമായി ബിലാത്തി വാർത്ത യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.